പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കാർ വാക്സിനെ കുറിച്ചാണ്. കാർ പെയിൻറ്റ്, അതായത് ബോഡി പെയിൻറ്റ് 3 ലെയറാണ് പെയിൻ്റ് ഉള്ളത്. ഒന്ന് അതിൻ്റെ ബേസ് കോട്ട്, പ്രൈമർ, ആക്സിൽ കോട്ട്, ക്ലിയർ. ഈ മുടിനാര് പോലുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ ഈ ചെടികളിൽ നിന്നും അല്ലെങ്കിൽ കഴുകുമ്പോൾ വരുന്നതും എല്ലാം ചെറിയ ചെറിയ മൈക്രോ തിൻ സ്ക്രാച്ചായിട്ട് അവിടെ വണ്ടിയുടെ ബോഡി ഉണ്ടാവും. അതിനകത്ത് സൂര്യപ്രകാശം തട്ടി പ്രതിഫലിക്കുമ്പോൾ അതാണ് സ്ക്രാച്ചായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഡാർക്ക് കളർ കൂടുതൽ കാണാൻ പറ്റും. ബ്ലാക്ക് ശ്രദ്ധിച്ചാൽ വൈറ്റ് പോലെ തോന്നും. ഈ വാക്സ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രാച്ചുകളെ അങ്ങോട്ട് ഫില്ല് ചെയ്ത് കളഞ്ഞ് ബോഡിയുടെ അതേ പെയിൻറ്റ് തന്നെ പോലെയാക്കി വൃത്തിയാക്കി എല്ലാ അൺഡുലേഷൻസും എല്ലാം ക്ലിയർ ചെയ്യും. അപ്പോൾ സൂര്യപ്രകാശം തട്ടി പ്രതിഫലിക്കാനൊരു ചാലകമില്ലാണ്ടാവും നമ്മുടെ സ്ക്രാച്ച് നമുക്ക് വിസിബിൾ ആവില്ല. ഇതാണ് വാക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുറത്ത് കൊടുത്താണ് സാധാരണ ചെയ്യാറുള്ളത്. ഏതെങ്കിലും ഷോപ്പ് കൊടുത്ത് ഡീറ്റെയിലിംഗ് ചെയ്യാനാണ് പറയാറുള്ളത്. അത് നമുക്ക് ആക്സസറീസ് കടയിൽ കിട്ടുന്ന പ്രൊഡക്ട്സ് ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് പറയാൻ ശ്രമിക്കുകയാണ്. എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ 3Mൻ്റെ ക്രീം വാക്സ് ഉണ്ട്. 550 രൂപ കൊടുത്ത് ഞാനതൊരു ആക്സസറി ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. ആമസോണിൽ അതിലും വില കുറച്ച് ലഭ്യമാണ്. പിന്നെ ഒരു മോട്ടോ വാക്സിൻ്റെ ഒരു വാക്സ് ഉണ്ട്, ഒരു റബ്ബിംഗ് കോമ്പൗണ്ട് ഉണ്ട് സ്ക്രാച്ച് കളയാനായിട്ട്. പിന്നെ 1-2 മൈക്രോ ഫൈബർ ക്ലോത്ത്സ് ഉണ്ട്. കൂടാതെ ഒരു റബ്ബർ ക്ലോത്ത് ഉണ്ട്. ഇത് വെള്ളം തുടയ്ക്കാനാണ്. വണ്ടി അത് വാഷ് ചെയ്തതിന് ശേഷം വേണം വാക്സ് ചെയ്യാനായിട്ട്. സോ വണ്ടി വാഷ് ചെയ്ത് വെള്ളമൊക്കെ തുടച്ചിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ക്ലീനായിട്ട് കിടക്കുന്ന വണ്ടി, വളരെ ക്ലീനാണ്. പിന്നെ നേരിട്ട് സൂര്യന് കീഴല്ലാണ്ട് ഒരു കവേർഡ് ഏരിയയിലാണ് ഇത് ഇടേണ്ടത്. വെയിൽ കൊള്ളാൻ പാടില്ല വാക്സിൻ സമയത്ത്. അപ്പോൾ എൻ്റെ കാർ ഷെഡിനകത്ത് ഞാനിത് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് എങ്ങനെ ഇത് വാക്സ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ബേസിക്കലി വീട്ടിൽ വെച്ച് എങ്ങനെ ഒരു കാർ ഡീറ്റെയിൽ ചെയ്യാം. അതിനായിട്ട് എൻ്റെ കയ്യിലുള്ള 3M വാക്സിൻ്റെ പ്രത്യേകത അതൊരു ക്രീം വാക്സാണ്. മുമ്പ് ഉപയോഗിച്ചിരുന്നത് ഫോർമുല 1 ആയിരുന്നു. അത് ഒരു പേസ്റ്റ് വാക്സാണ്. പേസ്റ്റ് വാക്സും ക്രീം വാക്സും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഇത് കുറച്ചും കൂടി ലിക്വിഡ്ഫൈഡ് ആയതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പമുണ്ട്. മറ്റത് ക്രീമായിരുന്നു. പേസ്റ്റ് വാക്സ് ആയിരുന്നു. അത് വേറെ വിധമാണ് അപ്ലൈ ചെയ്യുന്നത്. അത് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. ഇനി ഇത് യൂണിഫോമായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അതായത് ഞാൻ ആദ്യം ഡോട്ട്സ് ഇട്ട് തുടച്ച് ഡോട്ട്സ് ഇടും. ഓരോ ഡോട്ട്സ് കുത്ത് കുറച്ച് ഹെവി ക്വാണ്ടിറ്റി എടുത്തിട്ട് അത് തുടച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. കറുത്ത് നിൽക്കുന്ന 2 വാഷേഴ്സ് ഉണ്ട്. അതിൻ്റെ മുകളിൽ ഇത് കൊള്ളാൻ പാടില്ല. അത് കൊണ്ടു കഴിഞ്ഞാൽ അവിടെ നരയ്ക്കും. ഈ വാക്സ് നല്ല പവർഫുൾ. അപ്പോൾ പ്ലാസ്റ്റിക് പാർട്സുകൾ നരപ്പിക്കാൻ വരെ ഈ വാക്സിന് പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, എല്ലാ സ്ഥലത്തും ഒരുപോലെ തേച്ച് പിടിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഇത് എവിടെയെങ്കിലും അപ്ലൈ ആയില്ലെങ്കിൽ ആ ഭാഗത്ത് മാത്രം മങ്ങിയ പോലെ തോന്നും. അത് അത്ര നല്ലതല്ലോ. അപ്പോൾ ബോഡി പാനൽ എങ്ങനെ ചെയ്യണം എന്നാണെങ്കിൽ ആദ്യം ബോണറ്റ്, ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പാണ് വേണ്ടത്. എങ്ങനെ വേണം ചെയ്യാം. അത് ഓരോരുത്തർ മനോധർമ്മം അനുസരിച്ച് മാറ്റി മാറ്റി ചെയ്യാവുന്നതാണ്. ഞാൻ ചെയ്യുന്ന ആദ്യം ബോണറ്റ് ചെയ്യും. ബോണറ്റിൽ എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്നത് റൂഫാണ്. അപ്പോൾ അത് രണ്ടും ആണ് മെയിനായിട്ടുള്ള ഏരിയകൾ. കാരണം റൂഫിലാണ് ഡയറക്റ്റ് മഴ വീഴുന്നതൊക്കെ, വെള്ളം വീഴുന്ന റൂഫിലും ബോണറ്റിലൊക്കെയാണ്. അപ്പോൾ ആ 2 ഭാഗങ്ങളെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട്. ഒരു ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. കാരണം മെല്ലെ ചെയ്യുന്നത് കാണിച്ചിട്ട് ബോറടിപ്പിക്കേണ്ടതില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് സ്പീഡാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തും എല്ലാ ബോഡി പാനലുകളിലും കൃത്യമായിട്ട് നമുക്ക് ഈ വാക്സ് തേച്ച് പിടിപ്പിക്കണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് തേച്ച് പിടിപ്പിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റബ്ബർ ബീഡിങ്ങിൽ കൊള്ളാതെ ശ്രദ്ധിക്കുക, ബ്ലാക്ക് ഏരിയയിൽ കൊള്ളാതെ ശ്രദ്ധിക്കുക. കാരണം അത് നിരയ്ക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ആൻറ്റിനായാലും അല്ലെങ്കിൽ ഡോറിൻ്റെ ബി പാനലായാലും അതിന് ബ്ലാക്ക് ഇതുണ്ട്, അവിടെ കൊള്ളരുത്. നടുഭാഗത്തേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിലേക്ക് കൈ എത്തില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടയറിൻ്റെ മുകളിൽ കയറി നിൽക്കാം. ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. ഇത് സൈഡ് പാനലുകളിൽ ഏറ്റവും എളുപ്പം എനിക്ക് തോന്നുന്നത് സി പില്ലറാണ്. അത് എളുപ്പമാണ്. പിന്നെ ഫെൻഡറുകൾ വലിയ കുഴപ്പമില്ല. ക്രോം ഏരിയകളിൽ വാക്സ് ആവുന്നതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ക്രോം ഏരിയ ആയാലും തുടച്ചെടുത്താൽ അത് ആ ക്ലാരിറ്റി തന്നെ കിട്ടും. ഇടയ്ക്ക് കറുത്ത ഭാഗത്താവുമ്പോൾ അത് അപ്പം തന്നെ തുടച്ച് കളയണം. ഇല്ലെങ്കിൽ അത് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യരുത്. ഉണങ്ങാൻ വെയിറ്റ് ചെയ്താൽ പിന്നെ അത് പാടായിട്ട് അവശേഷിക്കും. സോ അതാദ്യം നോക്കണം. പിന്നെ സൈഡിലേക്ക് നോക്കാം. സൈഡിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ആ സൈഡിലെ ഡോറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടൊരു കറുത്ത ഒരു സംഭവം ഒടിച്ചിട്ടുണ്ട് അറ്റത്ത്. അതിന് മുകളിലും കൊള്ളരുത്, കാരണം അത് കൊണ്ടാലും പോകില്ല, മാഞ്ഞു പോകില്ല, പിന്നെ അതൊരു പാടായിട്ട് കിടക്കും, പിന്നെ അത് കളയാനൊക്കെ പാടാം. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. കഴിവതും സ്പോഞ്ച് ഉപയോഗിക്കുക. നമ്മൾ മെഷീൻ ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മൾ കൈ കൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് കുറച്ച് എഫേർട്ടാണ്, കാരണം കുറച്ച് കഷ്ടപ്പാടുണ്ട്. പക്ഷെ എന്നാൽ കൂടി ആ കഷ്ടപ്പാട് നമുക്ക് അവസാനം അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ ആ കഷ്ടപ്പാടിൻ്റെ എഫേർട്ട് നമുക്ക് ഫലം ചെയ്തെന്ന് തോന്നും. പലപ്പോഴും എനിക്ക് സംഭവിക്കുന്നത് ഡോർ ബീഡിങ് തൊടുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ തന്നെ അപ്പം തന്നെ തുടച്ചെടുക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ വൃത്തിയായിട്ട് അപ്ലൈ ചെയ്യണം. എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് അപ്ലൈ ചെയ്യണം. അതുപോലെ പിന്നെ അപ്ലൈ ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ബമ്പേഴ്സാണ്. അത് ബോഡി പാനലെല്ലാം ചെയ്തതിന് ശേഷം ചെയ്യാം എന്നാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം തുടച്ചെടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ചെയ്താൽ മതിയല്ലോ. ആദ്യം ബോഡി പാനലൊക്കെ തുടച്ചെടുത്തതിന് ശേഷം ബമ്പർ തുടച്ചെടുക്കുന്നതാണ് നല്ലത്. ഓരോരുത്തരും മനോധർമ്മം അനുസരിച്ച് അവരവർക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പുകൾ ഞാൻ പറയുന്നതെന്നുള്ളൂ. എനിക്കിതിൻ്റെ കുറേ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നു വായിച്ചറിഞ്ഞ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് എന്നൊക്കെ കൂടുതൽ അറിയാം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ ഞാനത് അവരോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ തപ്പിപ്പിടിച്ച് അതിനെ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ ഏകദേശം എല്ലാ ബോഡി പാനലും എത്തിയിട്ടുണ്ട്. ഇനി മെയിനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലെ ബമ്പറിൽ കുറച്ച് ബാക്കിയുണ്ട്. അതുകൂടെ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഡോറിൻ്റെ മുകളിൽ അടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എംബ്ലംസും അല്ലെങ്കിൽ കമ്പനി പേരൊക്കെ ഇങ്ങനെ എംബോസ് ചെയ്ത് നിൽക്കുക. അതിൻ്റെ അകത്തൊക്കെ ഇത് ചെന്ന് പെടാൻ ചാൻസ് ഉണ്ട്. അതിനകത്തേക്ക് ഞാനിപ്പോൾ വരാം. ഇപ്പോൾ അത് ക്രോമിനകത്ത് പെടുന്നതുകൊണ്ട് കുഴപ്പമില്ല, ക്രോമിൻ്റെ തിളക്കം കൂട്ടാൻ തന്നെ അത് ഉപകരിക്കുള്ളൂ. പക്ഷേ പ്രശ്നം വരുന്നത് എംബ്ലംസിനകത്തും അല്ലെങ്കിൽ അതുപോലുള്ള മറ്റുള്ള ഏരിയകളിലും ഈ സംഗതിയൊക്കെ വരുമ്പോഴാണ്. പക്ഷെ അറിയേണ്ട കാര്യമില്ല. നമ്മുടെ അടുത്ത് അപ്പോൾ തന്നെ കുറച്ച് സോപ്പി വാട്ടറോ അല്ലെങ്കിൽ എന്താ പറയുക സ്പ്രേ ചെയ്യാനുള്ള വാട്ടറൊക്കെ ഉള്ളതുകൊണ്ട് കറുപ്പിൽ അല്ലെങ്കിൽ റബ്ബറിലൊക്കെ പറ്റിയാൽ നമുക്ക് അപ്പോൾ തന്നെ സ്പ്രേ ചെയ്ത് കളയാൻ പറ്റും. അതിനുള്ള സംഗതികൾ എപ്പോഴും കയ്യിലുണ്ടാവണം. ഏത് എവിടെ വേണമെങ്കിൽ ആവാമല്ലോ. എത്ര മൈക്രോ ഫൈബർ ക്ലോത്ത് ഉണ്ടോ അത്രയും നല്ലതെന്ന് ഞാൻ പറയും. അപ്പോൾ എല്ലാ ഏരിയയിലും വൃത്തിയായി അത് തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇനി ഇത് ഉണങ്ങി നോക്കാം. ഉണങ്ങി നോക്കിയിട്ട് തുടയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ ഉണങ്ങി നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൈ നമുക്ക് സിമ്പിളായിട്ട് തുടയ്ക്കാൻ കൈ തുടച്ച് കഴിഞ്ഞാൽ അത് കയ്യിലൂടെ പോരണം. അതാണ് ഉണങ്ങി എന്നുള്ളതിൻ്റെ ഒരു തെളിവ്. ഇത് നമുക്ക് കാണാൻ പറ്റും. ഇത് ഉണങ്ങിയിട്ടില്ല. അപ്പം നമ്മൾ ഒന്നുകൂടി വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രഷ് എടുത്ത് ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ എംബ്ലംസിനകത്തുള്ള എല്ലാ വാക്സിൻ്റെ കണ്ടമിനേഷൻസും കളയാം. ആ ചാലുകളിലും ബോഡി പാനലുകളിലെല്ലാം കളയാം. അപ്പോൾ ഇനി തുടയ്ക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അതിനായിട്ട് ഞാൻ എപ്പോഴും ഒരു ബ്രഷ് കൊണ്ടു നടക്കും. ഒരു കുഞ്ഞു ബ്രഷ്, കൊച്ചുങ്ങളുടെ ബ്രഷാണ്, സോഫ്റ്റ് ബ്രഷ്, ചെറിയ പിള്ളേർ പല്ലേക്കുന്ന ബ്രഷ്. അത് വണ്ടിയുടെ പെയിൻറ്റിൽ പോറിൽ ഏൽപ്പിക്കാൻ തക്കവണ്ണം ഹാർഡല്ല. ഇപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് കൈ വയ്ക്കുമ്പോൾ അറിയാൻ പറ്റും. കൈ തുടയ്ക്കുമ്പോൾ അത് കയ്യിലൂടെ പോരുന്നുണ്ട്. അതിനർത്ഥം അത് ഉണങ്ങിയെന്നാണ്. ഇനി അതെല്ലാം തുടച്ചെടുക്കണം. വൃത്തിയായി തുടച്ചെടുക്കണം. എത്ര തവണ തുടയ്ക്കുന്നു അല്ലെങ്കിൽ എത്ര തന്നെ വൃത്തിയായി തുടയ്ക്കുന്നു അത്രയും ഷൈനിങ് കൂടും. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ ഈ തുടയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എവിടെയൊക്കെയോ ഇത് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് എല്ലാം തുടയ്ക്കണം. എല്ലാം വൈപ്പ് ചെയ്തെടുക്കണം. അത് വൃത്തിയായി ബഫ് ചെയ്തെടുക്കുക എന്നാണ് പറയുക. കാരണം നമ്മൾ കൈ ഉപയോഗിച്ച് ഒരു കുറേ ആയിക്കഴിഞ്ഞാൽ ആ ഫൈബർ ക്ലോത്തിൽ അതിൻ്റെ കൂടുതൽ ചളിയായി കഴിഞ്ഞാൽ തിരിച്ചു വെച്ച് വീണ്ടും തുടച്ച് അങ്ങനെ അത് നമുക്ക് മനോരമം പോലെ ചെയ്യാം. അതിൻ്റെ മെയിനായിട്ടുള്ള ഉപയോഗം അത്രേ ഉള്ളൂ. നമുക്കവിടെ ബഫ് ചെയ്തെടുക്കാൻ പറ്റണം. നേരത്തെ പറഞ്ഞ ബ്രഷ് വെച്ച് നമുക്ക് ബോഡി പാനൽ ക്ലീൻ ചെയ്യാൻ പറ്റും. ബോഡി പാനലൊക്കെ ബ്രഷ് വെച്ച് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. കാരണം ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കണ്ടമിനേഷൻസ് എല്ലാം നമുക്ക് എടുത്ത് കളയാനും പറ്റും. എല്ലാ ഏരിയയും വൃത്തിയായി തുടച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ വട്ടം തുടയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. നമുക്ക് നമ്മുടെ കൈ വെച്ച് ഉറച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഫീൽ നമുക്ക് കിട്ടും. കുട്ടികളുടെ കവിളിലൂടെ ഓടിക്കുമ്പോഴുള്ള ഫീലാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് അതിൻ്റെ ഒരവസ്ഥയെ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം. എത്രത്തോളം വൃത്തിയായി തുടയ്ക്കാൻ പറ്റുമോ അത്രത്തോളം വൃത്തിയായി തുടയ്ക്കുക. അത് വീണ്ടും വീണ്ടും പറയുന്നതിന് കാര്യമുണ്ട്. ബഫ് ചെയ്യുന്ന എത്ര വട്ടം ബഫ് ചെയ്യുന്നു അത്രയും പ്രോപ്പറായിരിക്കും. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എല്ലാം തുടച്ചു കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ കൈയിൻ്റെ റിഫ്ലക്ഷൻ നിങ്ങൾക്ക് എൻ്റെ വണ്ടിയുടെ മുകളിൽ കാണാം. റൂഫ് ഓൾറെഡി വിസിബിളാണ്. അപ്പുറത്തുള്ള ആ ഒരു കാവടി എന്ന് പറഞ്ഞാൽ മറ്റേ ഷീറ്റിൻ്റെ മുകളിൽ വയ്ക്കുന്ന വെളുത്ത സംഭവം അതുവരെ കാണാൻ പറ്റും. പിന്നീട് അവസാനത്തെ ഘട്ടം എന്ന നിലയ്ക്ക് ഒന്നുകൂടി ക്രോമൊക്കെ തുടച്ച് എംബ്ലസിൻ്റെ എല്ലാം ബ്രഷ് വെച്ച് അതൊക്കെ ഒന്ന് തുടച്ചെടുക്കേണ്ടതുണ്ട്. കാരണം അത് വെച്ച് കഴിഞ്ഞാൽ വൃത്തികേടല്ലേ, വെള്ളപ്പാടൊക്കെ വന്ന് കയറി കാണുന്നതാണ്. അപ്പോൾ അതൊക്കെ വൃത്തിയായി ചെയ്യണം. അവിടെയാണ് ബ്രഷിൻ്റെ ആവശ്യം ശരിക്കും വരുന്നത്.
ഇങ്ങനെയാണ് ആക്സസറി ഷോപ്പ് കിട്ടുന്ന പ്രൊഡക്റ്റ് വെച്ച് നമ്മളൊരു വാഹനം ഒരു വണ്ടി വീട്ടിലിട്ട് ഡീറ്റെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പോളിഷ് ചെയ്യാൻ തന്നെയാണ്. അത് സ്ക്രാച്ച് റിമൂവ് ചെയ്ത് എല്ലാം വൃത്തിയായി വണ്ടിയുടെ ആ ഒരു പുതുമ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഈ വീഡിയോ ഇത്ര നേരം കണ്ടിരുന്നതിന് വളരെ നന്ദി. ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. കാരണം ഇനിയും കൂടുതൽ വീഡിയോയുമായി വരാൻ എനിക്ക് അതൊരു പ്രയോജനമാവും. നന്ദി.